കെമിസ്ട്രിയിലെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സിലേക്ക് കടക്കാം. നമ്മൾ ഹൈഡ്രോ കാർബൺസിനെ പറ്റിയിട്ട് കഴിഞ്ഞ കുറച്ച് ചാപ്റ്ററുകളിലും ചെറിയ ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹൈഡ്രോ കാർബൺസിലെ ഹൈഡ്രജനെ മറ്റേതെങ്കിലും ഗ്രൂപ്പ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ കോമ്പൗണ്ടുകൾ ലഭിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന പുതിയ കോമ്പൗണ്ടുകൾ ഹൈഡ്രോ കാർബൺസിനെ അപേക്ഷിച്ച് പ്രോപ്പർട്ടീസിൽ ഒരുപാട് ഡിഫറൻസ് ഉള്ളവയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ആൽക്കഹോൾസിനെയും ഫീനോൾസിനെയും ഈതേഴ്സിനെയും പറ്റിയിട്ടാണ്. എന്താണ് ആൽക്കഹോൾസ്, ഫീനോൾസ് എന്നിവ? ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ആർ ജനറലി ഡിറൈവ്ഡ് ഫ്രം ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ് നിന്നും ഡിറൈവ് ചെയ്യപ്പെടുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് ആൽക്കഹോൾസും ഫീനോൾസും. അതായത് ഹൈഡ്രോ കാർബണിലെ ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് OH ഗ്രൂപ്പ് വരികയാണെങ്കിൽ അത്തരം കോമ്പൗണ്ടുകളെയാണ് ആൽക്കഹോൾസ് എന്നും ഫീനോൾസ് എന്നും വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഹൈഡ്രോ കാർബണുകൾ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണുകളോ അല്ലെങ്കിൽ ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളോ ആകാം. ആൽക്കഹോൾസിനെ പറ്റി പറയുമ്പോൾ ആൽക്കഹോളിൻ്റെ ജനറൽ ഫോർമുല ROH ആണ്. അതായത് ഒരു ഹൈഡ്രോ കാർബണിൽ നിന്ന് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് OH ഗ്രൂപ്പ് വരുന്നു, ROH. ഫീനോളിൻ്റെ ജനറൽ ഫോർമുലയിലേക്ക് കടക്കുകയാണെങ്കിൽ ബെൻസീൻ റിംഗ് അറ്റാച്ച് വിത്ത് ആൻ OH ഗ്രൂപ്പ്. ആ ഒരു കോമ്പൗണ്ടിനെയാണ്, ഈ ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടിനെയാണ് ഫീനോൾ എന്ന് വിളിക്കുന്നത്. ഈതേഴ്സ് എന്ന് പറയുന്ന കോമ്പൗണ്ടുകളും ഹൈഡ്രോ കാർബണിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യപ്പെടുന്നവയാണ്. അതായത് ഇവയുടെ ജനറൽ ഫോർമുല ROR എന്നുള്ളതാണ്. ഈ ആൽക്കഹോൾസിൻ്റെയും ഫീനോൾസിൻ്റെയും ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഇവയ്ക്ക് നമ്മുടെ ലൈഫിലെ പ്രാധാന്യം എന്താണ്? നമ്മൾ കഴിക്കുന്ന പലതരം ഭക്ഷണങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രമുണ്ടാക്കിയിട്ടുള്ള കോട്ടൺ, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറുകൾ, ഇതെല്ലാം തന്നെ OH ഗ്രൂപ്പുള്ള അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകൾ കൊണ്ട് നിർമ്മിതമാണ്. ഇന്ന് നമുക്ക് ഒരു നോട്ട്ബുക്കോ ഒരു പേപ്പറോ ഒരു സർട്ടിഫിക്കറ്റോ മാഗസിൻസോ ഒന്നുമില്ലാത്തൊരു ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധ്യമല്ല അല്ലേ? അത്രയധികം വൈഡ് വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസ് ഉള്ള കോമ്പൗണ്ടുകളാണ് ആൽക്കഹോൾസും ഫീനോളുകളും. അതുപോലെ തന്നെയാണ് ഈതർ. ഈതർ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ വരുന്നത് മെഡിസിനൽ ഫീൽഡിലാണ്. മെഡിസിനൽ ഫീൽഡിൽ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ അനസ്തേഷ്യയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന കോമ്പൗണ്ടുകൾ, അനസ്തെറ്റിക് ആയിട്ട് വരുന്ന കോമ്പൗണ്ടുകൾ സാധാരണയായിട്ട് ഈതറുകളാണ്. ഈതറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവ വോളറ്റൈൽ നേച്ചറാണ്, മാത്രവുമല്ല ഒരു കുത്തുന്ന സ്മെല്ലുമാണ്. അപ്പം ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ കൂടുതൽ ഫാർമക്കോളജിക്കൽ അപ്ലിക്കേഷൻസിനും മെഡിസിനൽ അപ്ലിക്കേഷൻസിനും ഉപയോഗിക്കുന്നു. കൂടാതെ ഈതേഴ്സ് പല കോമ്പൗണ്ടുകളുടെയും അപ്രോപ്രിയേറ്റ് സോൾവൻ്റ് ആയിട്ടും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ആൽക്കഹോൾസിനെയും ഫീനോൾസിനെയും ഈതേഴ്സിനെയും പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കുന്നത്.